ജസ്റ്റിസ് ഫോർ അൻസിബ. ലക്ഷ്മിപ്രിയ ചേച്ചി, ചേച്ചിയുടെ പ്രിയങ്കരനായ ഭർത്താവ് ചേട്ടാ, രണ്ടുപേരോടുമായിട്ടാണ് നമ്മൾ ഈ സാധനം വിട്ടിട്ടില്ല കേട്ടോ. നമ്മൾ പുറകെ ഉണ്ട് പല ആളുകളുടെയും. ഓക്കെ, അത് മറക്കണ്ട. പിന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാരോടും തുടക്കത്തിൽ തന്നെ പറയുന്നു, ജസ്റ്റിസ് ഫോർ അൻസിബ. താഴെ കമന്റ് ബോക്സിൽ ആ ഒരു ഹാഷ്ടാഗ് അങ്ങോട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണം. അത് വേറൊന്നും കൊണ്ടല്ല, പല ദുഷ്ടശക്തികൾ നമ്മുടെ വീഡിയോ നശിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ടേ. സത്യങ്ങൾ വിളിച്ചു പറയുന്നവൻ ഇവിടെ വേണ്ട, നീ ഒന്നും ഒരു ചോദ്യവും ചോദിക്കണ്ട എന്നൊക്കെ മെന്റാലിറ്റിയുള്ള ചില ആളുകൾ നമ്മുടെ വീഡിയോകൾ കാണുന്നുണ്ട്, അതിൻ്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നുണ്ട്. അവർക്കൊരു മറുപടി കൊടുക്കാൻ നിങ്ങളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹൈപ്പ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ പറയുക. ഈ വീഡിയോയിലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ എനിക്ക് ചില ആളുകളോട് ചോദിക്കാനുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് തെറ്റല്ലല്ലോ. ഞാനിവിടെ തെളിവുകളൊന്നും കൊണ്ടു നിരത്തിയിട്ട് അങ്ങനെയാണവർ ഇങ്ങനെയാണവർ എന്നൊന്നും പറയുന്നില്ല. ഞാൻ ഈ ചില ആളുകളെ, അതായത് ഈ അമ്മ എന്ന് പറയുന്ന താരസംഘടനയിലുള്ള ചില ആളുകളെ പേഴ്സണലി അറിയാവുന്ന ആളുകൾ നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിക്കുന്നതിൽ എന്താണ് ഇത്ര തെറ്റ്? ഞാൻ കേരളത്തിൽ തന്നെ അല്ലേ ജീവിക്കുന്നത്, സൊമാലിയയിലൊന്നും അല്ലല്ലോ അല്ലേ? എനിക്ക് ചോദിക്കാം. അതൊക്കെ നിങ്ങളും നിങ്ങളുടെ മുന്നിൽ നിർത്തി തന്നെ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്കും അപ്പോൾ ഒന്ന് ഡൗട്ട് അടിക്കും, അല്ല ഈ ചെറുക്കൻ ചോദിക്കുന്നതിനകത്തൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്താണ് അവർ മറുപടി തരാത്തത്? കേസൊക്കെ കൊടുക്കുന്നു, നമ്മുടെ തന്നെ ഒരു സുഹൃത്തിന്റെ പേരിൽ കൊണ്ട് കേസൊക്കെ കൊടുത്ത് ഇല്ലാതാക്കാനുള്ള ശ്രമം. അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അറിയാലോ, പേരൊന്നും പറയണ്ടല്ലോ, അതുൽ വ്ളോഗ്സ്. അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇട്ട് മെഴുകുന്നു. അല്ല, അതിൻ്റെ ഒരു പോക്വശം എനിക്ക് മനസ്സിലാവാത്തത്. കമന്റ് വന്ന് ഇവിടെ ഇടും, അവിടെ ചെന്ന് അവൻ്റെ പേര് കേസും. എന്താടേ ഇത്? എന്താ ഇവിടെ നടക്കുന്നത്? മുട്ടാനൊരു പേടിയുണ്ടോ? എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്നുള്ളൊരു അതാണോ? അല്ല, കഴിഞ്ഞ ദിവസം ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ പ്രിയ ഭർത്താവ് ഒരു കമന്റ് വന്നിട്ടു. നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം, വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. മെയിൻ സ്ട്രീം ചാനലുകളിൽ വരുന്ന വാർത്തകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അൻസിബയുടെ കേസ് ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്, കുട്ടി കോടതിയിലേക്കാണ്. കോടതിയിൽ പോയാലും എന്തായിരിക്കും സംഭവിക്കുക എനിക്കറിയില്ല. അവൾക്ക് നീതി കിട്ടണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. ഈ മാസം 21-ന് വരാൻ പോകുന്ന 21-ന് അമ്മ താരസംഘടനയിൽ എൻ്റെ അറിവനുസരിച്ച് നമ്മുടെ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്, യോഗം നടക്കാൻ പോവുകയാണ്. ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നതിനും 21 ദിവസം മുമ്പ് ആനുവൽ റിപ്പോർട്ട് കൊടുക്കണം. അതായത് അതിനകത്തെ അംഗങ്ങൾക്കെല്ലാം ആനുവൽ റിപ്പോർട്ട് കൊടുക്കണം, അവിടുത്തെ വരവ് ചെലവ് കണക്കുകളെല്ലാം അവിടെ കൊടുക്കണം എന്നുള്ളൊരു പരിപാടിയുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു സാധനം ആർക്കും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് കേട്ടല്ലോ. ബഹുമാനപ്പെട്ട ശ്വേതാ മേനോൻ ചേച്ചി, അല്ലെങ്കിൽ അതിനകത്ത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിട്ടിരിക്കുന്നവർ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ലേ നിങ്ങൾ? കണക്കുകൾ, ഒരുപാട് കഥകൾ കേൾക്കുന്നു. സ്റ്റീഫൻ ദേവസ്യ ഒരു കുടുംബ സംഗമം, അതിന് സ്റ്റീഫൻ ദേവസ്യ വന്നപ്പോഴത്തേക്ക് 13 ലക്ഷം പറഞ്ഞങ്ങ് പോവുക. അടങ്ങിയിരിക്കടാ എന്നോട് തന്നെ. 13 ലക്ഷം സ്റ്റീഫൻ ദേവസ്യക്ക് 20 മിനിറ്റ് പെർഫോം ചെയ്യാനായിട്ട് കൈലാഷ് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ കേൾക്കുന്നല്ലോ. അല്ല, 20 മിനിറ്റ് ഇതിനു മുമ്പൊക്കെ സ്റ്റീഫൻ ദേവസ്യ വന്നപ്പോൾ ഫ്രീ ആയിട്ടൊക്കെയല്ലേ ചെയ്തിരിക്കുന്നത്? അറിയില്ല, സംശയം ചോദിക്കുക. എന്നാലും 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ പെർഫോം ചെയ്യുന്നതിന് 13 ലക്ഷം രൂപയൊക്കെയാണോ സ്റ്റീഫൻ ദേവസ്യ മേടിക്കുന്നത്? സ്റ്റീഫൻ ഈ ഇടനില നിന്ന് കൊടുത്ത ആരെങ്കിലും അതിനകത്തുനിന്ന് കൈയിട്ട് വാരിയിട്ടുണ്ടോ? സംശയം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എന്താണെന്നറിയോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ AV ലൈറ്റ് കുടുംബ സംഗമത്തിന് AV ലൈറ്റ് LED വാളിൽ കാണിക്കാനായിട്ട് സരയു, നിങ്ങൾക്കറിയാമായിരിക്കും, സരയുവിൻ്റെ ഹസ്ബൻഡ് 2.5 ലക്ഷം രൂപ എന്തുകൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടല്ലോ. അത്രയൊക്കെ ആവോ? അറിയാൻ പാടില്ല, ചോദിക്കുകയാണ്. ലക്ഷങ്ങളുടെ കളിയാണ് മൊത്തവും. ആയിക്കോട്ടെ, നമ്മളതിനകത്തൊന്നും നമുക്കറിയില്ല, നമ്മളതിനകത്ത് ഇങ്ങനെയുള്ള കണക്കുകൾ നമ്മൾ അറിയുന്നുണ്ട് ചിലതൊക്കെ. പക്ഷെ അവിടെ പ്രത്യേകിച്ച് ആർക്കും ഈ 21 ദിവസം മുമ്പ്, ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വരുന്നതിന് മുമ്പ് 21 ദിവസം മുമ്പാണ്, അവിടുത്തെ ബൈലോയിലുണ്ടെന്നാണ് പറയുന്നത്, 21 ദിവസം മുമ്പ് ആനുവൽ റിപ്പോർട്ട് കൊടുക്കണം അവിടുത്തെ എല്ലാ അംഗങ്ങൾക്കും. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവർ, അല്ലെങ്കിൽ ആ ഒരു അമ്മ എന്ന് പറയുന്ന താരസംഘടനയിൽ ഉള്ള ആളുകൾ തന്നെയാണ് ഇതൊക്കെ പുറത്തു പറയുന്നത്. മനസ്സിലായോ? അതൊക്കെ നിങ്ങളുടെ വീഴ്ചയാണ്. താരസംഘടനയിലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ശ്വേതാ മേനോൻ ചേച്ചി, നിങ്ങളിലൊന്നും ആർക്കും വിശ്വാസമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. മനസ്സിലായോ?
ചോദ്യങ്ങളാണ്. വെറുതെ ജസ്റ്റ് ഒരു സംശയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യമാണോ ഈ കേൾക്കുന്നതൊക്കെ എന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതെനിക്ക് ചോദിച്ചൂടെ? അല്ല, ചോദിച്ചൂടെ ചേച്ചി? ദാറ്റ്സ് ഓൾ. അത്രേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ആരും മോശക്കാരാണെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളൊക്കെ ബെഡാ ടീമുകളല്ലേ. അല്ല, ബാക്കി കഥകൾ പറയാം. അതിന് മുമ്പ് ശ്വേതാമേനോൻ, സോറി അടങ്ങിയില്ലടാ, തെറ്റ് പറയല്ലേ, ലക്ഷ്മിപ്രിയ ചേച്ചി ചേച്ചി ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടിട്ട് മുക്കിക്കളഞ്ഞല്ലോ ചേച്ചി. അതെന്ത് പറ്റി? ഞാനിവിടെ കാണിച്ചു തരാം പ്രിയപ്പെട്ടവരെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചേച്ചി ഇട്ടതാണ്. ലക്ഷ്മിപ്രിയ ജി ജയ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് കോടതിയിൽ വിശ്വാസമില്ല എന്ന് എഴുതിയിട്ടിട്ട് അൻസിബയുടെ ഒരു പോസ്റ്ററാണ് വെച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ. ലക്ഷ്മിപ്രിയക്കെതിരെ അൻസിബ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റർ എടുത്ത് വെച്ചിട്ട് ചേച്ചി എഴുതി വിട്ടിരിക്കുന്ന ഈ സാധനം. പക്ഷെ ഇപ്പൊ അതില്ല. നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം. എന്ത് പറ്റി ചേച്ചി? എന്താ ഓരോന്നൊക്കെ ഇരുന്നങ്ങ് വിളിച്ചു പറയുക, എഴുതി ഇടുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മണ്ടത്തരമാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് ഇതിപ്പോൾ എഴുതിയിട്ടേക്കുന്നതെന്ന് വന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റി. ഈ മീഡിയക്കാരുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ കഥയൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ ജനങ്ങളും നമ്മളും എല്ലാവരും കേട്ടതാ. അവിടെയാണ് ചേച്ചിക്ക് പണി കിട്ടുന്നത്. ചേച്ചി അതൊന്ന് മനസ്സിലാക്ക്. താഴ്മയായി ഞാൻ പറയുകയാണ് ചേച്ചി, നിങ്ങളുടെ നാക്ക് തന്നെയാണ് നിങ്ങളുടെ കുഴപ്പം. പിടികിട്ടിയോ? അത് നിങ്ങൾ ഇടയ്ക്കൊന്ന് മനസ്സിലാക്കുക. എന്നിട്ടിവിടെ നമ്മളിരുന്ന് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നേരെ കല്ലെറിയാനും നമ്മളെ പിടിച്ച് ഉള്ളയിടാനും കാണിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, വ്യഗ്രത, സ്വന്തം ജീവിതത്തിലൊന്ന് കാണിക്കുക. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ പിടികിട്ടും. എന്താണെങ്കിലും എന്തിനാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻ്റൊക്കെ ഇട്ടിട്ട് മെഴുകുന്നത്? ഇതേ ഒരു കമൻറ്റ് ഞാനിവിടെ കാണിച്ചു തരാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ വന്നിട്ടിരിക്കുന്ന ഒരു കമൻ്റാണ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക്. പക്ഷേ ഞാനത് പിന്നൊരു അവസരത്തിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ 1-2 പേര് അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് വിട്ട് കളഞ്ഞു. കാരണം കുറച്ചും കൂടെ നിങ്ങളോട് എന്തെങ്കിലും ഡീറ്റെയിൽസ് പറയാനുള്ളപ്പോൾ വന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇനിയും പറയാനുണ്ട്. അതിന് മുമ്പ് ഈ സാധനം ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. പാട്ടും ചിരിയും എന്ന് പറയുന്ന പുള്ളിയും ചേച്ചിയും, അതായത് ലക്ഷ്മിപ്രിയ ചേച്ചിയൊക്കെ ഉള്ള ഒരു എന്താ അവരുടെ എന്തോ ചെറിയ പരിപാടികളൊക്കെ അവരുടെ ആ ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ വിശദമായിട്ട് നോക്കിയില്ല. എന്തായാലും ഹസ്ബൻഡാണെന്ന് എനിക്ക് മനസ്സിലായി. പുള്ളി ഇട്ടിരിക്കുന്നതാണ്. നിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയില്ലെങ്കിൽ അത് നിയമം പഠിപ്പിച്ചു തരും. ഓക്കെ ചേട്ടാ, ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ഫോട്ടോ പോലും ഉപയോഗിക്കാൻ പാടില്ലെന്ന് പോലും നിനക്കറിയില്ലേ ചേട്ടാ? അപ്പൊ എനിക്കൊരു സംശയം ചേട്ടാ, അറിവുള്ള ആളാണല്ലോ, അതുകൊണ്ടൊരു സംശയം ചോദിക്കുകയാണ് ചേട്ടാ. ഒന്നും തോന്നല്ലേ ചേട്ടാ. അപ്പൊ ഈ മെയിൻ സ്ട്രീം ചാനലുകാരുണ്ടല്ലോ, അവരൊക്കെ നിങ്ങളുടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ വെട്ടിയൊട്ടിച്ച് പോസ്റ്റർ അടിക്കുന്നതിനും അല്ലെങ്കിൽ ഈ തംബ്നെയിലായിട്ട് കൊടുക്കുന്നതിനും അതൊക്കെ നിയമപരമായിട്ട് തെറ്റല്ലേ ചേട്ടാ? അല്ല, അതിനൊന്നും നിങ്ങൾക്ക് ആർക്കും കുഴപ്പമൊന്നുമില്ലേ? അല്ല, നമ്മൾ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് കാണിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമാണ്. മെയിൻ സ്ട്രീം ചാനലുകാർ ചുമ്മാ കഥ പറഞ്ഞു പോവുകയാണല്ലോ. നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ട് വന്നിട്ട് ചോദ്യം ചോദിക്കുകയാണല്ലോ. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണോ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ പൊങ്ങി വരുന്നത്? നേരത്തെ ഒന്നും അറിയത്തില്ലായിരുന്നോ? അല്ല, അല്ലെങ്കിൽ അവരോടൊന്നും ചോദ്യം ചോദിക്കണ്ടേ? നമ്മളോട് മാത്രമേ ഉള്ളൂ, നമ്മൾ മിണ്ടാതിരിക്കണോ? അതിന് വേണ്ടിയിട്ടാണോ? അല്ല, അതും കൂടെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞാൽ കൊള്ളായിരുന്നു കേട്ടോ. ബാക്കി വായിക്കാം. എന്നിട്ടാണ് ഇത്രയും പോലും നിനക്കറിയില്ല, എന്നിട്ടാണ് ഇത്രയും അധിക പ്രസംഗങ്ങൾ അടിച്ചു വിടുന്നത്. സിബിലാലിന്റെ കേസ് എന്താണെന്ന് നിനക്കറിയാമോ? ആലപ്പുഴ കോടതിയിൽ പോയി അന്വേഷിക്കും, വാദിച്ച വക്കീലിനോട് ചോദിക്കും, എന്നിട്ട് വന്നിരുന്ന് പ്രസംഗിക്കും. ഇല്ലെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ പേടി നിനക്ക് തന്നെ പണിയാവും. പേടിയോ ചേട്ടാ? പേടിയാണോ ചേട്ടാ എനിക്ക്? എൻ്റെ ഈ ഒരു പരിപാടി കണ്ടിട്ടാണ് ചേട്ടന് പേടിയാണെന്ന് തോന്നുന്നത്. ഓക്കെ, ചേട്ടൻ പേടിയാണെന്ന് വിചാരിക്കുക കേട്ടോ. അയ്യോ, മുട്ടും കയ്യും ഒക്കെ വിറക്കുന്ന ചേട്ടൻ കമന്റ് ഇട്ട് ഇത്രയും പോരെ. വക്കീലിനോട് എന്നിട്ട് വന്നിരുന്ന് പ്രസംഗിക്കും, ഇല്ലെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ പേടി നിനക്ക് തന്നെ പണിയാവും. പിന്നെ ഇങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് നേടിയ വരുമാനം കൊണ്ട് നീയും നിന്റെ കുടുംബവും നന്നായി ജീവിക്കുകയും വേണം. കുഴപ്പമില്ല ചേട്ടാ, അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ ജീവിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എനിക്ക് പിന്നെ പ്രത്യേകിച്ച് വലുതായിട്ട് പറയാനും പാടി നടക്കാനും ഒന്നും വലുതായിട്ട് ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്യാവശ്യം സുഖമായിട്ട് തന്നെ ചേട്ടാ ജീവിക്കുന്നത്. ഓക്കെ, ഇനിയും വേറൊരു കാര്യം ചേട്ടാ, ഇതെന്താ ഈ സാധനം എന്താ ഉദ്ദേശിക്കുന്നത് ഈ കമന്റ് കൊണ്ട്? ഈ കമന്റിന് ഞാൻ തിരിച്ചൊരു റിപ്ലൈ കൊടുത്തു, അത് നിങ്ങൾക്ക് കാണണ്ടേ? കാണ്. ഡൊമസ്റ്റിക് വയലൻസ് ചെയ്തു എന്ന് സ്വന്തം ഭാര്യ പറഞ്ഞ ചേട്ടനല്ലേ ചേട്ടൻ? ചേട്ടനും ഇവിടുത്തെ നിയമങ്ങൾ ബാധകമാണ്. ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടാ? ചേട്ടൻ അകത്ത് ആയതിനു ശേഷമേ എന്തായാലും ഞാൻ അകത്ത് ആകൂ. ചേട്ടാ, ഈ മെയിൻ സ്ട്രീം ചാനൽസ് ഫോട്ടോ വെക്കുന്നത് എങ്ങനെയാ ചേട്ടാ? ചോദിച്ചിട്ടാണോ? മോശമായിട്ട് ഒരു ഫോട്ടോ പോലും ഞാൻ ഇട്ടിട്ടില്ല. സംശയം ചോദിക്കുമ്പോൾ എന്തിനാ ചേട്ടാ പേടിക്കുന്നത്? അത്രേ ഉള്ളൂ എനിക്ക് ചോദിക്കാൻ. എന്തിനാ ചേട്ടാ പേടിക്കുന്നത്? സംശയം ചോദിക്കുമ്പോൾ എന്തിനാ പേടിക്കുന്നത്? എന്താ പ്രശ്നം? നിർത്തണോ? ഞാൻ വീഡിയോ ചെയ്യുന്നത് നിർത്തണോ? എവിടെങ്കിലും ഒക്കെ കൊണ്ടോ? ചേട്ടനും ചേച്ചിക്കും ഒക്കെ കൊണ്ടോ? അതോ ഇനി ടിനിച്ചേട്ടന് കൊണ്ടാ? അതാണോ കാര്യം?
അല്ല, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന എൻ്റെ വീഡിയോ വന്ന് കണ്ട് അതിൻ്റെ അടി കമന്റ് വിട്ട് വേറൊരു പാവപ്പെട്ടവൻ്റെ പേര് കേസും കൊടുത്ത് എന്താ ഇവിടെ നടക്കുന്നത്? എൻ്റെ പേരിലൊക്കെ ഉണ്ടെന്ന് കേട്ടു, പക്ഷെ എനിക്ക് വിളിയൊന്നും ഇതിനായിട്ടും വന്നിട്ടില്ല. അല്ല, എന്ത് പറഞ്ഞ കേസ് കൊടുക്കാൻ പോകുന്നത് അതാ എനിക്ക് അറിയാൻ പാടില്ലാത്ത. എനിക്ക് സംശയങ്ങൾ ചോദിച്ചൂടെ? ചേടാ എടോ, നിങ്ങളുടെ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ, നിങ്ങളുടെ എന്ന് പറയുന്നില്ല, ചേച്ചിയൊക്കെ ഉള്ള ആ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ പല ആളുകളും, എന്തിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ആ അമ്മ എന്ന് പറയുന്ന താരസംഘടനയിലെ അംഗങ്ങൾ പോലും പുറത്ത് പലരോടും പറയുന്നുണ്ടോ പോലെ പല 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 കഥകളും. ആ കഥകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എവിടെയൊക്കെയോ ഇച്ചിരി ശരിയുണ്ടല്ലോ. കാരണം ഈ ചേച്ചി വന്നിരുന്ന് കഥകൾ മെയിൻ സ്ട്രീം ചാനലിനോട് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്കൊന്നും ഒരു വ്യക്തതയില്ല. ഇവരെന്താ ഈ പറയുന്നത്? അന്ന് ഒന്ന് പറയും, ഇന്ന് വേറൊന്ന് പറയും, മറ്റന്നാ വേറൊന്ന് പറയും. ഇവരെ ഞങ്ങളെടുത്ത് തലേ വെക്കണമെന്നാണോ ചേട്ടൻ പറയുന്നത്? ആദ്യമേ ചേട്ടൻ്റെ ഭാര്യയോട് മര്യാദയ്ക്ക് പറയുക, ഒരു പ്രോപ്പറായിട്ട് ഒരിടത്ത് ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറയുക. അപ്പം നമുക്കത് കേട്ടിട്ട് ഓക്കെ, ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ട്, ശരിയുണ്ട് എന്ന് പറയാൻ പറ്റും. ഇവിടെ അതല്ല നടക്കുന്നത്. പിന്നെ പോലീസുകാരുടെ ഈ കളി, അൻസിബയ്ക്കെതിരെ അല്ലെങ്കിൽ അൻസിബയ്ക്കെതിരെ ഇത്രയും പരിപാടികൾ നടന്നപ്പോഴത്തേക്ക് ആ നീനാക്കുറുപ്പ് കഴിഞ്ഞ ദിവസം വന്ന് മൊഴി കൊടുത്തല്ലോ. അതിനൊന്നും ഒന്നുമില്ല, ചുമ്മാ തള്ളി അങ്ങ് കളഞ്ഞേക്കുക. അതുകൊണ്ടാണല്ലോ ആ പെങ്കൊച്ച് ഇപ്പോൾ പോകുന്നത് കോടതിയിലേക്ക്. അല്ല, നീനാക്കുറുപ്പിന്റെ മൊഴിക്കൊന്നും ഒരു വാല്യൂ ഇല്ലേ? ടിനി ടോം പറയുന്നത് കേട്ടു എന്ന് അവർ പറയുന്നുണ്ട്. എന്നിട്ടും ഈ ന്യൂസ് ഒന്ന് നിങ്ങൾ കേൾക്കണേ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. െതിരായി നടി അൻസിബ നൽകിയ പരാതിയിൽ കേസ് എടുക്കേണ്ട എന്ന വിലയിരുത്തലിൽ പോലീസ്. അൻസിബയുടെ മൊഴി ഹിയർസേ മാത്രം, നടിയുടെ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. ജോവിൻ ടുട്ടു ചേരുന്ന വിവരങ്ങളുമായി. ടുട്ടു, ഒരു വൈകാരിക പ്രതികരണം അല്ലെങ്കിൽ പരസ്പരമുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്ത് നിലയിലാണ് പോലീസ് ഇതിനെ കാണുന്നത്? അബ്ജദ്, പോലീസ് പറയുന്നത് ഇത് കേട്ടുകേൾവിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് അൻസിബയുടെ പരാതി കടവന്ത്ര സ്റ്റേഷനിൽ എത്തിയതെന്നാണ്. അൻസിബയുടെ മൊഴിയും ഒപ്പം ശ്വേതാ മേനോന്റെയും ടിനി ടോമിന്റെയും ഒക്കെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് ഇവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്ന ഒരു ചെറിയ പ്രശ്നമാണ്. അതൊരു നിയമ നടപടിയായി കേസെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നതാണ്. ഹിയർസേ എന്ന രീതിയിൽ, അതായത് അത് തെളിവായിട്ട് കണക്കാക്കാൻ സാധിക്കുകയില്ല. അവിടെ നിന്ന് പറഞ്ഞു കേട്ടു, ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സാധിക്കില്ല എന്നൊരു വിലയിരുത്തലിലാണ് കടവന്ത്ര പോലീസ് ഉള്ളത്. അത് ഉടൻ തന്നെ ഈ കടവന്ത്ര പോലീസ് ഈ അന്വേഷണ റിപ്പോർട്ട് കൊച്ചി സെൻട്രൽ ACPക്ക് കൈമാറും. ACPയും കൊച്ചി ACPയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സെൻട്രൽ പോലീസ് നേരത്തെ കടവന്ത്ര പോലീസ് എടുത്ത മൊഴികളൊക്കെ കൈമാറിയിൽ നിന്നാണ് ഇങ്ങനെയൊരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിലൊരു കേസെടുക്കൽ ഉണ്ടാവില്ല എന്ന്. അൻസിബ ഇത് മുൻകൂട്ടി കണ്ടാകണം ഇന്നലെ തന്നെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കില്ല, അതുകൊണ്ട് കോടതി ഇതിൽ ഇടപെടണം എന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ അൻസിബ എറണാകുളത്തെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നേരത്തെ അൻസിബ ഈ ലക്ഷ്മിപ്രിയക്കെതിരെ കൊടുത്ത ഒരു പരാതിയും, അത് തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുത്തി തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിലും പോലീസ് ഒരു കഴമ്പുമില്ല, അതിൽ കേസെടുത്ത് അന്വേഷിക്കേണ്ട സാഹചര്യമില്ല എന്ന് പറഞ്ഞ് തൃക്കാക്കര ACPയും അൻസിബയുടെ പരാതി തള്ളിയിരുന്നു. അതിനെതിരെയും അൻസിബ ഹസൻ കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പം ഇത് താരസംഘടനയ്ക്കുള്ളിൽ ഇങ്ങനെ വൈകാരികമായി ഉള്ള പ്രശ്നങ്ങളാണ്, അതിലൊരു നിയമ നടപടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പിട്ട് അന്വേഷിക്കുകയോ ആരെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്തുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന വിലയിരുത്തലാണ് പോലീസ് ഉള്ളത്. ഇനിയിപ്പോൾ കോടതി ഇതിൽ എന്തു പറയും? അൻസിബയുടെ പരാതി ചെവിക്കൊണ്ട് കോടതി പോലീസിനോട് കേസെടുക്കാൻ പറയുമോ എന്നതാണ് അറിയേണ്ടത്. അബ്ജോദ്, എന്തായാലും മറ്റന്നാളാണ് അമ്മയുടെ വാർഷിക പൊതുയോഗം നടക്കുന്നത്. ഇനി പ്രശ്നങ്ങളൊക്കെ അപ്പുറത്ത് പൊതുയോഗത്തിൽ സംസാരിക്കുമോ എന്നുകൂടി വ്യക്തമാവണം. വാർഷിക പൊതുയോഗം ഞാൻ പറഞ്ഞില്ലേ 21-ാം തീയതിയാണ്. അതിനും എൻ്റെ അറിവിൽ, എനിക്ക് കിട്ടിയ ഒരു അറിവനുസരിച്ച് അതിനും 21 ദിവസം മുമ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആനുവൽ റിപ്പോർട്ട് എല്ലാവർക്കും, എല്ലാ മെമ്പേഴ്സിനും കൊടുക്കേണ്ടതാണ്. അതൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പിടികിട്ടിയോ? പിന്നെ അൻസിബയുടെ കേസ് കോടതിയിൽ നിന്ന് ഇനിയും പോലീസുകാരുടെ കൊടുത്തെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അത് എത്രത്തോളമായി, എന്തോരമായി? ആ പെൺകുട്ടിക്ക് വേണ്ടി നീനാക്കുറുപ്പ് മൊഴി കൊടുത്തു, ടിനി ടോം അങ്ങനെ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ? തെളിവൊന്നുമില്ല. ഇതൊക്കെ സംസാരിച്ച് തീർക്കാവുന്നേ ഉള്ളെന്ന്. എന്തിനധികം പറയുന്നു? അങ്ങ് UK ഇരിക്കുന്ന ഒരു വ്യക്തി, പുള്ളിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പേടിയാണെന്നാണ് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പുള്ളിക്കല്ല, പുള്ളിയുടെ വൈഫിനൊക്കെ, കുടുംബമായിട്ട് ജീവിക്കുന്നവരാ. ഇവനൊക്കെ എതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കും എന്ന് അറിയത്തില്ല അവസ്ഥ. അതുകൊണ്ട് അതാണ് ഇവർക്കെതിരെ സിനിമയിലുള്ള ചില ഇന്നത്തെ അമ്മ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെതിരെ സംസാരിച്ചാലുള്ള ഒരു പ്രശ്നമാണ്. വേറെ പല കഥകൾ ഞാൻ കേട്ടു. ഈ സരയു മോഹൻ എന്നൊക്കെ പറയുന്ന വ്യക്തികളൊക്കെ നല്ല കളി കളിച്ചിട്ടുണ്ടല്ലേ? അല്ല, അങ്ങനെ കേട്ടു, എനിക്കറിയത്തില്ല സത്യമാണോ? അല്ല, ചോദിച്ചൂടെ? ചോദിക്കുന്നു. പല കഥകൾ ഇങ്ങനെ കേൾക്കുന്നു. എനിക്കറിയില്ല എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ പെൺകുട്ടിക്ക് നീതി കിട്ടുമോ? എനിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട്. ആ പെൺകുട്ടിക്ക് നീതി കിട്ടുന്ന കാര്യത്തിലൊക്കെ എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം അൻസിബ
കഴിഞ്ഞ ദിവസം ഒരു റൈറ്റിങ് നമ്മുടെ ഇൻസ്റ്റയിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് കുറച്ചേ വായിക്കുന്നുള്ളൂ, അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വായിച്ചു തരാം. നീതിയുടെ കിരണം കാത്ത് ഇനിയും എത്ര നാൾ? പലവട്ടം ആലോചിച്ചും സ്വയം പാകപ്പെടുത്തിയുമാണ് ഇങ്ങനെയൊരു നിയമ പോരാട്ടത്തിന് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഈ വഴിയിൽ എന്നെ കാത്തിരിക്കുന്ന കഠിനമായ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും കുറിച്ച് കൃത്യമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു. കേവലം ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ധാർമ്മികതയുടെ ഭാഗത്ത് നിന്നതിലാണ് ഞാൻ ഇത്രയ്ക്ക് അനുഭവിച്ചതെങ്കിൽ വരാനിരിക്കുന്ന നടപടികളിലെ പ്രതികാരം എപ്രകാരമായിരിക്കുമെന്ന് ഞാൻ നല്ലവണ്ണം മനസ്സിലാക്കുന്നു. സിനിമയൊക്കെ ഇനി അല്ലെങ്കിൽ തന്നെ സിനിമ കുറവാണ് അൻസിബയ്ക്ക്, ഇനി ഉള്ളതും കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില ധാർമ്മികതകളുണ്ട്. അതിനെയെല്ലാം കാറ്റിൽ പറത്തി സിസ്റ്റം മുന്നോട്ട് പോകുമ്പോഴും എൻ്റെ നെഞ്ചിടിപ്പ് കൂടാത്തതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അങ്ങകലെ ഞാൻ നീതിയുടെ ആ തുണ്ടു വെളിച്ചം കാണുന്നുണ്ട്. അതിലേക്കുള്ള യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന യാഥാർത്ഥ്യവും എന്നെ ഭയപ്പെടുത്തുന്നില്ല. ആ പെൺകുട്ടിക്ക് അറിയാം ഞാൻ ഒറ്റയ്ക്കാണ്, അതായത് അവൾ ഒറ്റയ്ക്കാണെന്നുള്ള നല്ല ബോധം അവൾക്കുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഈ ചെന്ന് മൊഴി കൊടുത്ത നീനാക്കുറിപ്പ് പോലും ചിലപ്പോൾ നാളെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. പിടികിട്ടിയോ? എനിക്ക് തോന്നുന്നില്ല. നമ്മളെപ്പോലുള്ള ആളുകൾ പോലും എത്ര ദിവസം വീഡിയോ ചെയ്യും? നിങ്ങളെപ്പോലുള്ള വീഡിയോ കാണുന്ന ആളുകളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലെ എല്ലാവരോടും പറഞ്ഞത്, നിങ്ങൾ ഹൈപ്പ് തരിക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, മാക്സിമം വീഡിയോ ഒന്ന് പുൾ ഔട്ട് ചെയ്ത് പുറത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഇല്ലാതെയാക്കാൻ ശ്രമിക്കും വീഡിയോകളൊക്കെ. നല്ല രീതിയിൽ നമ്മുടെയൊക്കെ ചാനൽ പോലും ചിലപ്പോൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നേക്കാം ഇതിൻ്റെ പുറകിൽ. മനസ്സിലായോ? ബാക്കി കുറച്ചുകൂടി ഒന്ന് വായിച്ചു തരാം. നിയമം അറിഞ്ഞിട്ടാണ് സിസ്റ്റം ഈ വിചിത്ര നടപടികൾ കാട്ടിക്കൂട്ടുന്നതെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. അവർക്ക് പിന്നിലുള്ള രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സാധാരണഗതിയിൽ പോലീസിന് ഒരു പരാതി ലഭിച്ചാൽ അതിൽ പ്രാഥമിക അന്വേഷണം നടത്താം. എന്നാൽ അത് തെളിവെടുപ്പിനുള്ള അവസരമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയ നിയമം. പക്ഷേ എൻ്റെ 2 പരാതികൾ പ്രാഥമിക അന്വേഷണം എന്ന പേരിൽ പോലീസ് നടത്തുന്ന പ്രഹസനങ്ങൾ പ്രതികളെ സംരക്ഷിക്കാനുള്ള വെറും നാടകമെന്ന് ആർക്കും മനസ്സിലാവും. നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായോ? അതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ മാത്രമല്ല, ഈ ലക്ഷ്മിപ്രിയെ പോലുള്ള ആളുകളാണെങ്കിലും മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾ അത് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും എന്താണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊന്ന് ചോദിച്ചു പോകും. ആ ചോദ്യത്തിന്റെ അടിയിൽ പോലും വരുന്ന കമന്റുകൾ നിങ്ങൾ കണ്ടില്ലേ? അവരെ അറിയാവുന്ന ആളുകൾ വന്നിട്ട് നമ്മളെ കുറ്റക്കാരനാക്കുക. എന്നാൽ എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെ പറഞ്ഞു എന്നുള്ളതിനൊരു ഉത്തരമില്ല. പിടികിട്ടിയില്ല നിങ്ങൾക്ക്? കുറച്ചും കൂടെ. ഒരു പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താനുള്ള പോലീസിന്റെ പരിധി, ആ പരാതിയിൽ കേസെടുക്കാൻ തക്കവണ്ണമുള്ള ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെന്നോ എന്ന് കണ്ടെത്തുന്ന മാത്രമല്ല, എന്നാൽ FIR രജിസ്റ്റർ ചെയ്യാതെ പോലീസ് ചെയ്യുന്നത് പരാതിക്കാരൻ്റെയും സാക്ഷികളുടെയും മൊഴിയെടുക്കലാണ്. അതിലുപരി ഒരു പടി കൂടി കടന്ന് പ്രതികളെ വരെ മൊഴിയെടുക്കുന്നു. ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെയാണ് പോലീസ് പ്രതികളുടെ മൊഴിയെടുക്കുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നമുക്കും ആർക്കും മനസ്സിലാവുന്നില്ല. അത്യാവശ്യം ബോധമുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. ഈ അൻസിബയെ വിളിച്ച് എന്തിന് ലക്ഷ്മിപ്രിയ തന്നെ പറയുന്നുണ്ട്, ആദ്യമേ 3 മണിക്കൂറായിരുന്നു, അല്ലെങ്കിൽ 1.5 മണിക്കൂറായിരുന്നു, അതിനുശേഷം 20 മിനിറ്റായി. ഇത് എന്തിന് ഈ 1.5 മണിക്കൂറാണെങ്കിലും 20 മിനിറ്റ് ആണെങ്കിലും വെറുതെ ഒരു സ്ത്രീ അവിടെ വിളിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പറ്റുമോ? പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പറ്റുമോ? അതിനൊന്നും ഉത്തരവില്ല. അതിനെയൊക്കെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് വിടും. എന്താണെങ്കിലും കാര്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. കാരണം ഞാൻ ബാക്കിയൊന്നും വായിക്കുന്നില്ല, ബാക്കി കുറച്ചും കൂടെയൊക്കെ ഉണ്ട്. ഞാനിവിടെ നിർത്തുകയാണെന്ന്, ഇത്രയും മതി. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ പുറകിലുള്ള സത്യാവസ്ഥ എന്താണെന്ന്. ഇല്ലേ? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അതുകൂടാതെ 21-ാം തീയതിയിലെ കാര്യം മറക്കണ്ട, മീറ്റിംഗ് ആണ്. അത് കഴിയുമ്പോൾ നമുക്ക് അറിയാം എന്തൊക്കെയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അൻസിബയ്ക്ക് ഇനി സിനിമ തന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്തെങ്കിലും അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് അത് കഴിയുമ്പോഴത്തേക്ക് അറിയാം. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ കമന്റ് ബോക്സ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.